ഭാരതം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹി, ശാസ്ത്രജ്ഞൻ, ജനങ്ങളുടെ രാഷ്ട്രപതി. വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി. അത് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നതായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ദ്വീപിൽ നിന്ന് ഇന്ത്യയുടെ പരമോന്നത പദവിയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര വെറും ഒരു കഥയല്ല, അതൊരു കനൽ വഴിയാണ്. 1931 ഒക്ടോബർ 15 ജൈൻലാബുദ്ദീന്റെയും ആഷിമയുടെയും മകനായി അബ്ദുൽ കലാം ജനിച്ചു. അദ്ദേഹം തന്റെ ഓർമ്മകളിൽ എഴുതിയിട്ടുണ്ട്, ഐ വാസ് ബോൺ ഇൻ ടു എ മിഡിൽ ക്ലാസ് തമിഴ് ഫാമിലി ഇൻ രാമേശ്വരം. അച്ഛന് വലിയ വിദ്യാഭ്യാസമില്ലായിരുന്നു, പക്ഷേ ലോകത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും അദ്ദേഹത്തിന് വലിയ ജ്ഞാനമുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ സത്യസന്ധതയാണ് കലാമിൻ്റെ ജീവിതത്തിൻ്റെ അടിയത്തറ. നേരം വെളുക്കുന്നതിന് മുൻപേ ലോകം ഉറങ്ങിക്കൊടുക്കുമ്പോൾ ഒരു കൊച്ചു ബാലൻ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുമായിരുന്നു. ധനുഷ്കോടിയിൽ നിന്ന് ട്രെയിനിൽ എറിയുന്ന പത്രക്കെട്ടുകൾ ശേഖരിച്ച് അത് വീടുകളിൽ എത്തിക്കുക എന്നതായിരുന്നു അവൻ്റെ ജോലി. ഐ യൂസ് ഇറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ന്യൂസ് പേപ്പേഴ്സ് ടു സപ്പോർട്ട് മൈ ഫാമിലി എന്ന് അദ്ദേഹം പിന്നീട് അഭിമാനത്തോടെ പറഞ്ഞു. അത് കേവലം ഒരു ജോലിയായിരുന്നില്ല, തൻ്റെ കുടുംബത്തെ സഹായിക്കാനായി 8 വയസ്സുകാരൻ കാട്ടിയ ഉത്തരവാദിത്തമായിരുന്നു. ആ പത്രത്താളുകളിലെ അക്ഷരങ്ങളിലൂടെയാണ് അദ്ദേഹം ലോകത്തെ സ്വപ്നം കാണാൻ തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന അധ്യാപകൻ നടത്തിയ ഒരു ക്ലാസ്സാണ് കലാമിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. കടൽ തീരത്തെ പക്ഷികൾ എങ്ങനെയാണ് ചിറകടിച്ചു പറക്കുന്നതെന്ന് നേരിട്ട് കാണിച്ചു കൊടുത്ത അധ്യാപകൻ കലാമിൻ്റെ ഉള്ളിൽ ആകാശത്തോടുള്ള പ്രണയം നിറച്ചു. മൈ ടീച്ചർ ഷോവ്ഡ് അസ് ഹൗ ബേർഡ്സ് ഫ്ലൈ ആൻഡ് ദാറ്റ് ഇഗ്നൈറ്റഡ് മൈ ഡ്രീം ടു ഫ്ലൈ എന്ന് അദ്ദേഹം പിൽക്കാലത്ത് ഓർത്തെടുത്തു. പഠനത്തിന് പണമില്ലാതായപ്പോൾ സ്വന്തം സ്വർണ്ണവളകൾ പണയം വെച്ചാണ് സഹോദരി അദ്ദേഹത്തെ പഠിപ്പിച്ചത്. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുമ്പോൾ ഒരു പ്രൊജക്റ്റ് വൈകിയതിന് പ്രൊഫസർ പറഞ്ഞു, കൃത്യസമയത്ത് തീർത്തില്ലെങ്കിൽ നിന്റെ സ്കോളർഷിപ്പ് റദ്ദാക്കും. ഉറക്കമില്ലാതെ അധ്വാനിച്ച് കലാം അത് പൂർത്തിയാക്കി. പിന്നീട് ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം നേരിട്ടു. ഒരു ഫൈറ്റർ പൈലറ്റ് ആകണമെന്ന മോഹവുമായി അദ്ദേഹം ഇന്റർവ്യൂവിന് പോയി. 9ാം റാങ്ക് കിട്ടി, പക്ഷേ 8 പേർക്ക് മാത്രമായിരുന്നു സെലക്ഷൻ. ആ തകർച്ചയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു കയറിയത് ഋഷികേശിലെ സ്വാമി ശിവാനന്ദന്റെ വാക്കുകളിലൂടെയാണ്. വിധി നിനക്കായി കരുതി വെച്ച വഴിയിലൂടെ സഞ്ചരിക്കുക. ISROയിലും DRDOയിലും അദ്ദേഹം രാജ്യത്തിന്റെ അഭിമാനമായി. 1979 SLV-3 പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തളർന്നില്ല. 1980 ഇന്ത്യയുടെ ഉപഗ്രഹത്തെ അദ്ദേഹം ആകാശത്തേക്ക് എത്തിച്ചു. പിന്നീട് ലോകം കണ്ടത് അഗ്നിയുടെയും പൃഥ്വിയുടെയും കുതിച്ചാട്ടമാണ്. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, സ്വപ്നം എന്നത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. 2002 അദ്ദേഹം രാഷ്ട്രപതിയായി. രാഷ്ട്രപതി ഭവനിലെ ആഡംബരങ്ങളെക്കാൾ അധികം ഇഷ്ടപ്പെട്ടത് കുട്ടികളോട് സംസാരിക്കാനാണ്. 2015 ജൂലൈ 27 ഷിലോങ്ങിലെ IIM-ൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരിക്കുമ്പോഴും ആ കൈകളിൽ ഒരു ചോക്കും ചുണ്ടിൽ ഒരു പാടവും ഉണ്ടായിരുന്നു. സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തണമെന്ന് പഠിപ്പിച്ച ആ മഹാമനുഷ്യൻ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു. സത്യസന്ധമായ അധ്വാനമുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും കൊടുമുടികൾ കീഴടക്കാം എന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല.